നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ നെഗറ്റീവ്സ്, ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള ഇത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്, അത്രയും വയസ്സ് വരെയുള്ള നിരവധിയായ നെഗറ്റീവ്സ് ഇതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി കിടക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ വളരെ ഡീസൻ്റായി അല്ലെങ്കിൽ കുറേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിനുശേഷം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എന്ത് ചെയ്താലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഡെവലപ്മെൻറ്റ് അഥവാ സക്സസ് ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ പോകാത്തത് കൊണ്ടാണ് കുറേയധികം ആൾക്കാർ ഇപ്പോൾ എനിക്കും മെസ്സേജ് ഇടാറുണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, വേറെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ പല ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് വരുന്നില്ല, അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും ഡെവലപ്മെൻറ്റ്സ് വരുന്നില്ല. അങ്ങനെ ഡെവലപ്മെൻറ്റ്സ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്തുനിന്ന് ഈ സാധനം മൊത്തം പോകണം. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു ട്രെയിനിങ്ങിലൂടെ, പേഴ്സണൽ ട്രെയിനിങ്ങിലൂടെയാണ് ഇത് റിക്കവറി ആക്കണം. ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ട്രെയിനിങ്, അങ്ങനത്തെ ഒരു ട്രെയിനിങ് രീതികളാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ളത് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കണേ. അപ്പോൾ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ഹൈ ആയി ഇരിക്കണേണ്, കുറേ കണ്ടൻറ്റുകൾ കയറി കിടക്കുക. അതിൻ്റെ ട്രെയിനിങ്ങിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പൂർണ്ണമായും പുറത്തേക്ക് കളയുന്ന രീതിയിലുള്ള ഇത് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ വ്യക്തി പുതിയതായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ആകാൻ ശ്രമിക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് കിടക്കണ കളയാണ്ട് ഒരാൾക്കും സക്സസ് ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലവർ ജീവിതം കൊണ്ട്, ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഓട്ടോ കറക്ഷനിൽ ചിലവർക്ക് ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവ്സ് പോകാറുണ്ട് ചിലവർ ഓട്ടോ കറക്ഷനിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള റൂട്ടീൻസ് ചേഞ്ച് ചെയ്യണതിലൂടെയൊക്കെ യാദൃശ്ചികമായിട്ട് റയറായിട്ട് ചില ആൾക്കാരിൽ സംഭവിക്കും. അതല്ലാണ്ട് എപ്പോഴും ഒരു മെൻറ്റർ, ഏതൊരു വ്യക്തി ഒരു മെൻറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് വലിയ ചേഞ്ചസ് ലൈഫിലുണ്ടാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പോലും രാജാവിനൊരു മെൻറ്റർ ഉണ്ടായിരുന്നുള്ളതാണ്, ഒരു ഉപദേഷ്ടാവ് ഉണ്ടാവും. കാരണം രാജാവ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ രാജാവ് റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടാനായിട്ട് രാജാവിന് വരെ ഒരു മെൻറ്ററുണ്ട്. ഇന്ന് എല്ലാ മിനിസ്റ്റേഴ്സിനും മെൻറ്ററുണ്ട്. അപ്പോൾ ഒരു വ്യക്തി സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ വന്നാലും ഒരു റൈറ്റ് ആയിട്ടുള്ള മെൻറ്ററിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ ആ മെൻറ്ററിൻ്റെ ഗൈഡൻസും ട്രെയിനിങ്ങും അയാൾക്ക് കൂടുതൽ പോസിറ്റീവ് ലൈഫ് ഉണ്ടാക്കാനും സക്സസ് ലൈഫ് ഉണ്ടാക്കാനും ഗുണം ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം സക്സസ് ആകാൻ വേണ്ടി ചെയ്താലും കഴിഞ്ഞകാല ജീവിതത്തിൽ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഉണ്ടാകുന്ന കുറേ നെഗറ്റീവ്സ് ആയിട്ടുള്ള പ്രവൃത്തികളും ചിന്തകളും കണ്ടൻറ്റുകളും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് കിടപ്പുണ്ടെങ്കിൽ അതിനെ കളയാണ്ട് നമ്മൾ പുറമേ എന്ത് കിടന്ന് കാണിച്ചാലും പുതിയ സാധനം അവിടെ കയറാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. അഥവാ ഹൈയിൽ നെഗറ്റീവ് കിടക്കണോണ്ട് പോസിറ്റീവിന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട്